പാർട്ട് 1 ദ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി. അതിൽ 4 ആർട്ടിക്കിൾസ് ആണുള്ളത്. നെയിം ആൻഡ് ടെറിട്ടറി ഓഫ് ദ യൂണിയൻ, ആർട്ടിക്കിൾ 1. ആർട്ടിക്കിൾ 2 അഡ്മിഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്. ആർട്ടിക്കിൾ 3 ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് ആൻഡ് ഓൾട്ടറേഷൻ ഓഫ് ഏരിയാസ്, ബൗണ്ടറീസ് ഓർ നെയിംസ് ഓഫ് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്സ്. Article 4 laws made under Article 2 and 3 to provide for the amendment of the first and the fourth schedules and supplemental, incidental and consequential matters. Article 1 Name and territory of the Union. India, that is Bharat, shall be Union of States. ഇന്ത്യ എന്ന് പറയുന്ന ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഭാരത് ഷാൽ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ സ്റ്റേറ്റ്സ് ആൻഡ് ടെറിട്ടറീസ് ദെയർ ഓഫ് ഷാൽ ബി സ്പെസിഫൈഡ് ഇൻ ദ ഫസ്റ്റ് ഷെഡ്യൂൾ. സ്റ്റേറ്റിനെയും ടെറിട്ടറീസിനെയും ഏത് ഷെഡ്യൂളിലാണ് പറയുന്നത്? ഫസ്റ്റ് ഷെഡ്യൂളിലാണ് പറയുന്നത്. ടെറിട്ടറി ഓഫ് ഇന്ത്യ ഷാൽ കംപ്രൈസ് ടെറിട്ടറീസ് ഓഫ് സ്റ്റേറ്റ്സ് വരാം, യൂണിയൻ ടെറിട്ടറീസ് വരാം, വിച്ച് ഈസ് സ്പെസിഫൈഡ് ഇൻ ദ ഫസ്റ്റ് ഷെഡ്യൂൾ ആൻഡ് സച്ച് അതർ ടെറിട്ടറീസ് ആസ് മേ ബി അക്വയർഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അക്വയർ ചെയ്ത സച്ച് അതർ ടെറിട്ടറീസ് കൂടി ടെറിട്ടറി എന്ന മീനിങ്ങിനുള്ളിൽ വരാം. അടുത്ത ആർട്ടിക്കിൾ 2 അഡ്മിഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്. ഒരു ന്യൂ സ്റ്റേറ്റ് അഡ്മിഷൻ ചെയ്യുകയോ എസ്റ്റാബ്ലിഷ് ചെയ്യുകയോ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പാർലമെൻറ്റ് നിയമം പാസ്സാക്കിയിട്ടാണ് ഒരു പുതിയ സ്റ്റേറ്റ് അഡ്മിറ്റ് ചെയ്യുകയോ എസ്റ്റാബ്ലിഷ് ചെയ്യുകയോ ചെയ്യുന്നത്. അതിൽ സച്ച് ടേംസും കണ്ടീഷൻസും ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് പാർലമെൻറ്റ് മേ ബൈ ലോ അഡ്മിറ്റ് ഇൻ ടു ദ യൂണിയൻ ഓർ എസ്റ്റാബ്ലിഷ് new states on such terms and conditions as it thinks fit. Article 3 formation of new states, alteration of areas, boundaries or names of existing states. ഇതും ഒരു പുതിയ സ്റ്റേറ്റ് ഫോം ചെയ്യുകയോ ആൾട്ടറേഷൻ ഓഫ് ഏരിയാസ്, ഏതിലൊക്കെയാണ് ആൾട്ടർ വരുന്നത്? ഏരിയാസ്, ബൗണ്ടറീസും ആൻഡ് നെയിംസ്, ചേഞ്ച് ദ നെയിം ഓഫ് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്സിൻ്റെ നെയിം ചേഞ്ച് ചെയ്യണമെങ്കിലും പാർലമെൻറ്റ് നിയമം പാസ്സാക്കണം. പാർലമെൻറ്റ് മേ ബൈ ലോ ഫോം എ ന്യൂ സ്റ്റേറ്റ് എങ്ങനെയൊക്കെയാണ് പുതിയ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത്? 4 രീതിയിൽ. ഏതൊക്കെയാണ്? ബൈ സെപ്പറേഷൻ ഓഫ് ടെറിട്ടറി ഫ്രം എനി സ്റ്റേറ്റ്, ബൈ യുണൈറ്റിംഗ് 2 or more സ്റ്റേറ്റ്സ്, ബൈ യുണൈറ്റിംഗ് എനി പാർട്ട് ഓഫ് സ്റ്റേറ്റ്സ്, ബൈ യുണൈറ്റിംഗ് എനി ടെറിട്ടറി ടു എ പാർട്ട് ഓഫ് എനി സ്റ്റേറ്റ്. എങ്ങനെയൊക്കെയാണ് ഒരു പുതിയ സ്റ്റേറ്റ് ഫോം ചെയ്യണത്? സെപ്പറേഷൻ ഓഫ് സെപ്പറേഷൻ ഓഫ് എ ടെറിട്ടറി ഫ്രം എനി സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൻ്റെ സെപ്പറേറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്കൊരു പുതിയ സ്റ്റേറ്റ് സെപ്പറേഷൻ ഓഫ് ടെറിട്ടറി സെപ്പറേറ്റ് ചെയ്ത് നമുക്കൊരു പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കാം. 2 or 3 സ്റ്റേറ്റ് ജോയിൻ ചെയ്ത് ഒരു പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കാം. എനി പാർട്ട് ഓഫ് സ്റ്റേറ്റ്സ് യുണൈറ്റ് ചെയ്ത് നമുക്ക് പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കാം. ബൈ യുണൈറ്റിംഗ് എനി ടെറിട്ടറി ടു എ പാർട്ട് ഓഫ് എനി സ്റ്റേറ്റ്. അങ്ങനെ 4 രീതിയിൽ നമുക്ക് പുതിയ സ്റ്റേറ്റ്സ് ഉണ്ടാക്കാം. ആർട്ടിക്കിൾ 3 ആണെങ്കിൽ 3ലും പാർലമെൻറ്റ് നിയമം പാസ്സാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കുകയോ ആൾട്ടറേഷൻ ഓഫ് ഏരിയാസും ബൗണ്ടറീസും എല്ലാം കൊണ്ടുവരുന്നത്. ആർട്ടിക്കിൾ 3 പ്രകാരം ഒരു പുതിയ സ്റ്റേറ്റ് ഫോം ചെയ്യണമെങ്കിൽ ഒൺലി ടു ദ പ്രയർ റെക്കമെൻഡേഷൻ ഓഫ് പ്രസിഡൻറ്റ് വേണം. പ്രസിഡൻറ്റ് പ്രയർ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആർട്ടിക്കിൾ 3ലെ ബില്ല് പാസ്സാക്കാൻ പറ്റുകയുള്ളൂ. ബിഫോർ റെക്കമെൻഡിങ് ദ ബിൽ, പ്രസിഡൻറ്റ് ഹാസ് ടു റെഫർ ടു ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ which state name is changed or expressing its views within a specific period. ഈ റെക്കമെൻഡേഷന് മുമ്പ് പ്രസിഡൻറ്റിന് വേണമെങ്കിൽ ഏത് സ്റ്റേറ്റിൻ്റെ ഏരിയ ആണോ കൂട്ടുന്നത് കുറയ്ക്കുന്നത്, ആർട്ടിക്കിൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്, അവരുടെ ഒപ്പീനിയൻ റെഫർ ചെയ്യാം. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ബൗണ്ട്, പ്രസിഡൻറ്റ് ഈസ് നോട്ട് ബൗണ്ട് ടു അക്സെപ്റ്റ് ദ വ്യൂസ് ഓഫ് സച്ച് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. അവരുടെ വ്യൂസ് പ്രസിഡൻറ്റ് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ദറ്റ് ഈസ് പ്രസിഡൻറ്റിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. അതുകൊണ്ട് അത് ഒൺലി ഫോർ ദ റെഫറൻസ് ആണ്. ആർക്ക്? പ്രസിഡൻറ്റിനുള്ള പവറാണ്. അത് റെഫർ ചെയ്യുക സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്. അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ദെൻ പാർലമെൻറ്റ് ക്യാൻ ഓൾസോ റീഡ്രോ ദ പൊളിറ്റിക്കൽ മാപ്പ് ഓഫ് ഇന്ത്യ അക്കോർഡിംഗ് ടു ഇറ്റ്സ് വിൽ. ഇതും ഈ പാർലമെൻറ്റിന് ഇപ്പോൾ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പ് വേണമെങ്കിൽ റീഡ്രോ ചെയ്യുക. ആർട്ടിക്കിൾ
4 പറയുന്നത് ആർട്ടിക്കിൾ 2 പ്രകാരമോ 3 പ്രകാരമോ എന്തെങ്കിലും എനിത്തിങ് ദാറ്റ് ഈസ് ഡൺ അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 2 ഓർ 3 then it is not comes under article 368. that is എന്ത് ആർട്ടിക്കിൾ 2 പ്രകാരമോ 3 പ്രകാരമോ എന്തെങ്കിലും ലോ മെയ്ഡ് ചെയ്താൽ that is not comes under article 368, that is amendment. ആർട്ടിക്കിൾ 368 പ്രകാരം സ്പെഷ്യൽ മെജോറിറ്റിയാണ്. ആർട്ടിക്കിൾ 2, 3 പ്രകാരം നമുക്ക് വരുന്നത് സിമ്പിൾ മെജോറിറ്റിയാണ്.